إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي نبينا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أحبتي في الله أوصيكم بما وصى الله به الأولين والآخرين وقال تعالى ولقد وصينا الذين أوتوا الكتاب من قبلكم وإياكم أن اتقوا الله واتقوا الله في السر والألانية. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, പരിശുദ്ധ റമളാനിന്റെ രണ്ടാമത്തെ ജുമഅയിലാണ് നാം അള്ളാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പരമാവധി ആളുകൾ സൊഫുകള് അടുത്തടുത്തിരുന്ന് കൂടുതൽ ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം എന്ന് അറിയിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ റമളാനിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി. സഹോദരങ്ങളെ, നമുക്കൊരു മെസ്സേജ് വരികയാണ് നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന്. എങ്ങനെയായിരിക്കും നാം അതിന് പ്രതികരണം അറിയിക്കുക? എങ്ങനെയായിരിക്കും നാം അത് നോക്കിക്കാണുക? നമുക്കേറെ പ്രിയപ്പെട്ട ഒരാളിൽ നിന്ന് മെസ്സേജ് വരുമ്പോൾ നമുക്ക് വളരെ ഇഷ്ടത്തോടെ, താല്പര്യത്തോടെ അത് വായിക്കാനും അതിന് റിപ്ലൈ കൊടുക്കാനും നാം തയ്യാറാവും. എന്നാൽ ഞാനിത് പറഞ്ഞത് നമ്മെ ഏറെ സ്നേഹിക്കുന്ന നമ്മുടെ റബ്ബ് നമുക്ക് വേണ്ടി ഒരു മെസ്സേജ്, റിസാലത്തും മിനല്ലാഹ്, അൽ ഖുർആൻ റിസാലത്തും മിനല്ലാഹി ഇലൈന, നമ്മിലേക്ക് അവതരിച്ച ഒരു മെസ്സേജാണ്. അൽ ഖുർആനു കലാമുല്ലാഹിൽ മുനസ്സൽ ഗൈറു മഖ്ലൂഖ്, ഒരു സൃഷ്ടിയല്ല, അല്ലാഹുവിന്റെ കലാമാണ്, സംസാരമാണ്. ലഫ്ളുഹു വ മഅനാഹു മിനല്ലാഹ്, അതിന്റെ വാക്കുകളും അതിന്റെ ആശയങ്ങളും അല്ലാഹുവിൽ നിന്നുള്ളതാണ്. തൻസീലും മിൻ ഹകീമിൻ ഹമീദ്, അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തെ നമ്മൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുന്നു, നമ്മൾ ഇതിന്റെ വക്താക്കളാണ്, ഖുർആനിന്റെ ആളുകളാണ്. ഏറെ മഹത്വമുള്ള, ശ്രേഷ്ഠതയുള്ള ഖുർആനുമായി നമുക്കെന്ത് ബന്ധം എന്നുള്ളൊരു ആത്മവിചിന്തനവും കൂടുതൽ അത് പഠിക്കാനും അറിയുവാനുമുള്ള പരിശ്രമവുമാണ് പുണ്യമായ ഈ നാളുകളിൽ നമ്മിൽ നിന്ന് ഉണ്ടാവേണ്ടത്. കാരണം നോമ്പ് നിർബന്ധമാക്കിയത് തന്നെ വിശുദ്ധ ഖുർആനിന്റെ അവതരണ മാസമായതുകൊണ്ട്. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതും മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും. ഖുർആൻ അവതരിച്ച മാസമാണ് റമളാൻ. ആ മാസത്തിന് സാക്ഷി ഉണ്ടെങ്കിൽ അവൻ നോമ്പ് പിടിക്കട്ടെ എന്നാണ്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിന്റെ മഹത്വം, അതിന്റെ ശ്രേഷ്ഠത, ഖാഫ് വൽ ഖുർആനിൽ മജീദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധിക ഖുതുബകളിലും ഓതി കേൾപ്പിക്കാറുണ്ടായിരുന്നു സൂറത്ത് ഖാഫ് എന്ന്. മഹത്വമേറിയ ഖുർആൻ തന്നെയാണ് സത്യം. ഈ ഖുർആൻ ആരെങ്കിലും എഴുതിയുണ്ടാക്കിയതല്ല, ഒരു കവിയുടെ വാക്കല്ല. വമാ ഹുവ ബിഖൗലി ശാഇർ ഖലീലൻ മാ തുഅ്മിനൂൻ, ഇതൊരു കവിയുടെ വാക്കല്ല, നിങ്ങൾ കുറച്ച് മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. വലാ ബിഖൗലി കാഹിൻ, ഒരു ജ്യോത്സ്യന്റെ വാക്കല്ല. തൻസീലും മിർ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണിത്. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ,
ഹുറൂഫുൽ മുഖത്ത അധിക സൂറത്തിന്റെയും ആദ്യത്തിൽ ഒരു വാക്ക് ഒരു വേർഡ് ഒരു ലഫ്ലായി രണ്ട് ലഫ്ലായി രണ്ടിൽ മൂന്നും നാലും അഞ്ചൊക്കെ ആയിട്ട് ഖാഫ് കാഫ് ഹാ ഐൻ സാദ് അലിഫ് ലാം മീം അലിഫ് ലാം റാ ഇങ്ങനെ തുടങ്ങി ഹുറൂഫുൽ മുഖത്തയ്ക്ക് ശേഷം വരുന്ന അധിക ആയത്തുകളും ഈ കിതാബിനെ സംബന്ധിച്ചാണ് പറയുന്നത്. നബിയെ, നിങ്ങളെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയല്ല ഈ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ലാ യഅതീഹിൽ ബാതിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി തൻസീലുൻ മിൻ ഹക്കീമിൻ ഹമീദ്. ഒരു നിരർത്ഥകതയുമില്ല, ഒരു ബാത്തിലായ ഒരു കളവുമില്ലാത്ത സത്യസന്ധമായ ഗ്രന്ഥം. വബിൽ ഹഖ് അൻസൽനാഹു വബിൽ ഹഖ് നസൽ. സത്യസന്ധമായിട്ടാണ് നാം ഇതിനെ അവതരിപ്പിച്ചത്, സത്യമായി കൊണ്ടാണത് അവതരിച്ചിട്ടുള്ളത്. ഖുർആനിനെ സംബന്ധിച്ച് 4 പേരുകളാണ് ഖുർആനിൽ വന്നത്. ഒന്ന് ഖുർആൻ, ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ, വായിക്കപ്പെടുന്ന ഗ്രന്ഥം എന്നത്. മറ്റൊന്ന് അൽ കിതാബ്, ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. മറ്റൊന്ന് അദ്ദിക്ർ, ഉത്ബോധനമാണ്, ഇന്നാ നഹ്നു നസ്സൽനാ അദ്ദിക്ര വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നാലാമത്തെ പേര് അൽ ഫുർഖാൻ, തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽ ആലമീന നദീറ. ഇങ്ങനെ 4 പേരുകൾ ഖുർആനിൽ തന്നെ പറഞ്ഞു. പിന്നെ അതിന്റെ വിശദീകരണം, അതിന്റെ വിശേഷണങ്ങൾ. യാ അയ്യുഹന്നാസ് ഖദ് ജാഅതകും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫി സുദൂർ. നിങ്ങളുടെ ഹൃദയങ്ങൾക്കുള്ള ശമനമാണിത്, ഇത് നൂറാണ്, പ്രകാശമാണ്, ഇത് ഹുദയാണ്, സന്മാർഗമാണ്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ. നിങ്ങൾക്കുള്ള എല്ലാ സമാധാനവും, നിങ്ങൾക്ക് ജീവിതത്തിന്റെ എല്ലാ ശാന്തിയും ലഭിക്കുന്ന ഗ്രന്ഥമാണ്, ശമനം ലഭിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ്, ഏറ്റവും നന്മയിലേക്ക്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതി ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്ത് അന്ന ലഹും അജ്റൻ കബീറ. സൽക്കർമ്മം ചെയ്യുന്ന ആളുകൾക്ക് സന്തോഷ വാർത്തയുണ്ടെന്ന് അറിയിച്ച ഗ്രന്ഥം. അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ദുലുമാതി ഇലൻ നൂർ. അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് വഴി നടത്തുന്ന ഈ ഒരു ഗ്രന്ഥം. ഇങ്ങനെ എത്രയെത്ര വിശേഷണങ്ങളാണ് നാം ഓതുന്ന നമ്മുടെ കയ്യിലുള്ള വിശുദ്ധ ഗ്രന്ഥത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയത്. സഹോദരങ്ങളെ, ഈ ഒരു ഗ്രന്ഥം അങ്ങേയറ്റത്തെ അതപ്പതിച്ച അന്ധകാരത്തിലായിരുന്ന ഒരു ജനതയെ ഒട്ടകത്തിന്റെ മൂക്ക് കയറി പിടിക്കാൻ മാത്രം അറിയാമായിരുന്ന, യുദ്ധത്തിലും കള്ളിലും പെണ്ണിലും ആപതിച്ചു കിടന്ന ഒരു ജനതയെ ഉന്നതിയിലേക്ക് എത്തിച്ച ഗ്രന്ഥം. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അങ്ങേയറ്റത്തെ വലാലത്തിലായിരുന്ന ഒരു ജനതയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാറ്റിയെടുത്തത്, സംസ്കാരത്തിന്റെ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ വക്താക്കളാക്കി മാറ്റിയത് എങ്ങനെ? ഈ ഖുർആൻ ഓതിക്കൊടുത്തുകൊണ്ടാണ്. ആ ഖുർആനിന്റെ ആയത്തുകളിലൂടെയാണ് അവർക്ക് മാറ്റമുണ്ടായത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ഈ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കണോ, ഒരു മാറ്റം ഉണ്ടാക്കണോ എങ്കിൽ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആർക്കാണ് ഈ ഖുർആനിൽ ഉത്ബോധനമുള്ളത്? ഇന്ന ഫീ ദാലിക ലദിക്റ ലിമൻ കാന ലഹു ഖൽബ് ഔ അൽഖ സമഅ വഹുവ ഷഹീദ്. ഒന്ന് ഹൃദയമുള്ള ഒരാൾക്ക്, ചിന്തിക്കുന്ന, ആലോചിക്കുന്ന, ഖൽബ് കൊടുക്കുന്ന ഒരാൾക്ക്. മറ്റൊന്ന് കേൾക്കാൻ, കാത് കൊടുക്കാൻ തയ്യാറുള്ള, ഖുർആൻ കേൾക്കാനും പഠിക്കാനും അറിയാനും തയ്യാറുള്ള ആളുകൾക്ക് സഹോദരങ്ങളെ ഇതിൽ ഉത്ബോധനമുണ്ട് എന്നാണ്. അത് നമുക്കൊരു മനസ്സ് വേണം, ഖുർആനിനോടുള്ള ഒരു ബന്ധം, അതുകൊണ്ടുള്ള ഇഷ്ടം. മാറ്റമുണ്ടാക്കിയിട്ടുണ്ട് ഈ ഗ്രന്ഥം. നമുക്ക് മുമ്പ് കഴിഞ്ഞുപോയ ജനതയെ അവരെ മാറ്റിയത് ഈ ഗ്രന്ഥമാണ്. വഇദാ സമിഉ മാ ഉൻസില ഇല റസൂൽ തറാ അഅയുനഹും തഫീദു മിനൽ ജംഇ മിമ്മാ അറഫു മിനൽ ഹഖ്. ഈ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടാൽ അവരുടെ കണ്ണുകൾ നിറയുമായിരുന്നു. ഹഖാണിതെന്നവർക്ക് ബോധ്യപ്പെടുമായിരുന്നു. യഖൂലുന റബ്ബനാ ആമന്നാ, അവർ പറയും ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. ഫക്തുബ്നാ മഅശ് ഷാഹിദീൻ, ഇതിന് സാക്ഷിയായ അവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ എന്ന് ഉർവത്തുബ്നു സുബൈർ പറയുന്നുണ്ട്. താബിഈയാണ്. ഞാൻ എന്റെ ജദ്ദത്തിനോട്, ഗ്രാൻഡ് മദറോട് ചോദിച്ചു, അസ്മാ ബിൻത് അബീ ബക്കറിനോട്, കൈഫ കാന അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖറഉൽ ഖുർആൻ, എങ്ങനെയായിരുന്നു അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് ഖുർആൻ ഓതിയാൽ? അവർ പറയുന്നുണ്ട്, കാനു കമാ നഅതഹുമുല്ലാഹ്, അല്ലാഹ് വിശേഷിപ്പിച്ചതുപോലെ, തദ്മഉ അയ്യുനുഹും വതഖ്ശഇറു ജുലൂദുഹും,
അവരുടെ കണ്ണുകൾ നിറയും, അവരുടെ രോമങ്ങൾക്ക് അത് എഴുത്തുപിടിക്കും. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹൻ തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും ثم تلين جلودهم وقلوبهم الى ذكر الله. ഈ മഹത്തായ ഗ്രന്ഥം ഏറ്റവും നല്ല വർത്തമാനം. അതാണ് അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്. അത് സാദൃശ്യമുള്ള ആയത്തുകൾ അതിലുണ്ട്, ആവർത്തിച്ചു വരുന്ന ആയത്തുകൾ അതിലുണ്ട്. തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും. അല്ലാഹുവിനെ ഭയപ്പെടുന്നവർക്ക് ആ ആയത്തിൽ രോമാഞ്ചമുണ്ടാക്കും. പിന്നെ അവരുടെ തൊലികളും അവരുടെ കൽബുകളും റബ്ബിലേക്ക് കീഴ്പ്പെടുന്നതാണ്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന. അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ പേടി, ആയത്തുകൾ കേട്ടാൽ പേടി. സഹോദരങ്ങളെ, നമുക്കതുണ്ടോ? അതുണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ മുസറഫ് തന്റെ പിതാവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതിൽ കാണാം, ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പ്രവേശിച്ചു. വഹു യുസല്ലി വലിജൗഫിഹി അസീസുൻ കഅസീസിൽ മിർജൽ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുകയാണ്. അവിടുത്തെ നെഞ്ചിൽ നിന്ന് ചീനച്ചട്ടി തിളക്കുന്ന പോലെയുള്ള ശബ്ദം, തേങ്ങലുകൾ ഞാൻ കേൾക്കുകയുണ്ടായി എന്ന് ഖുർആൻ കേട്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട്, ഇഖ്റ അലയ്യ, എനിക്കൊന്ന് ഖുർആൻ ഓദിത്താ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, അഖ്റ അലൈക വഅലൈക ഉൻസിൽ നബി, ഞാൻ നിങ്ങൾക്ക് ഓദിത്തരണോ? നിങ്ങൾക്കല്ലേ ഇത് ഇറങ്ങിയിട്ടുള്ളത്. ഇന്നി ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി, ഞാനല്ലാത്തവരിൽ നിന്ന് ഓതി കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ഞാൻ ഓതി സൂറത്തുൻ നിസായിലെ ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിനാ ബിക അലാ ഹൗലായി ഷഹീദാ എന്ന സൂറത്തുൻ നിസായിലെ ആയത്തെത്തി. എല്ലാ സമുദായത്തിനും സാക്ഷിയായി ഓരോരുത്തരെ കൊണ്ടുവരും, ഈ ഉമ്മത്തിന് സാക്ഷിയായി കൊണ്ട് നബിയെ നിങ്ങളെ കൊണ്ടുവന്നാൽ എങ്ങനെയുണ്ടാവും? ഹസ്ബുക്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്ത്. വഅയ്നാഹു തദ്ഫിറ, നബിയുടെ കണ്ണുകൾ നിറയുന്നത് ഞാൻ കാണുകയുണ്ടായി. സഹോദരങ്ങളെ, അതാണ് നമ്മളെ കുറിച്ച് പറയുന്നു. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ആയത്തുകളാണ് ഈ ഖുർആനിലുള്ളത്. എത്ര മാറ്റമുണ്ടായി നമുക്ക്. വൈലുൽ ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദാ ഖാലു അലന്നാസി യസ്തൗഫൂൻ വഇദാ കാലൂഹും വസനഹും യഖ്സുറൂൻ. കച്ചവടക്കാരില്ലേ, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർക്ക് നാശം. ഇങ്ങോട്ടെടുക്കുമ്പോൾ തികച്ചെടുക്കുകയും അങ്ങോട്ട് അളന്നു കൊടുക്കുമ്പോൾ തൂക്കിക്കൊടുക്കുമ്പോൾ കുറവ് വരുത്തുന്നവർക്കും നാശമാണെന്ന് ഖുർആൻ. ഈ ആയത്തുകൾ നമ്മൾ ഓതുന്നില്ലേ? നമ്മുടെ മനസ്സിൽ ഒരു സ്വാധീനം ഉണ്ടായിട്ടുണ്ടോ? റബ്ബിന്റെ കോടതിയിൽ നാളെ മറുപടി പറയേണ്ടി വരുമെന്ന ആയത്തുകളുണ്ട്. ആയത്തുകൾ ആലോചിച്ച് അതിനെന്ത് വേണം? അത് പഠിക്കാൻ, അത് അറിയാൻ. ഒരൊറ്റ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു, എന്നിട്ട് ഒരൊറ്റ ആയത്ത് കൊണ്ട് സുബഹി വരെ റുക്കൂഉം സുജൂദും ചെയ്ത് അതേ ആയത്ത് ആവർത്തിച്ച് ഓതിക്കൊണ്ടേയിരുന്നു. സൂറത്തുൽ മാഇദയിലെ 118ാമത്തെ ആയത്താണ്. ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക്. റബ്ബേ, നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിന്റെ അടിമകളാണ്. വഇൻ തഗ്ഫിർ ലഹും ഇന്നക അൻതൽ അസീസുൽ ഹകീം. നീ അവരോട് പുറത്തു കൊടുക്കുകയാണെങ്കിൽ നീ ഏറെ സ്തുത്യർഹനാണ്, നീ പ്രതാപിയാണ് റബ്ബേ എന്ന സൂറത്തുൽ മാഇദയിലെ ഈ ആയത്ത്. അബൂദർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, സുബഹി ആയപ്പോൾ നബിയെ നിങ്ങൾ ഒരൊറ്റ ആയത്ത് അങ്ങനെ സുബഹി വരെ ഓതിയല്ലോ, എന്താണ്? സഅൽതു റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് ചോദിച്ചു, അശ്ശഫാഅത ലി ഉമ്മത്തി, എന്റെ ഉമ്മത്തിന് ശുപാർശക്കുള്ള അവസരം. ഫഅഅതാനിഹാ, എനിക്കത് നൽകി. ഫഹിയ നായിലത്തുൻ ഇൻഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചാൽ അത് കിട്ടും. ആ ശഫാഅത്ത് ആർക്ക്? ലിമൻ ലാ യുശ്രികു ബില്ലാഹി ശൈആ, അല്ലാഹുവിൽ യാതൊന്നിനെയും ശിർക്ക് വെക്കാതെ മരിച്ചു പോകുന്ന ആളുകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ശഫാഅത്തുണ്ട്. സഹോദരങ്ങളെ, ഭയപ്പെടേണ്ട. എത്ര ആയത്തുകൾ. ഉക്കാള ചന്തയെ പിടിച്ചുകുലുക്കിയ വലിയ പോക്കിരിയായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ മാറ്റിയത് ഊരിപ്പിടിച്ച വാളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ പുറപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളാ മാറ്റമുണ്ടാക്കിയത്. പിന്നീട് അദ്ദേഹം ഖലീഫയായി മദീനയിൽ തന്റെ പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചപ്പോ ഒരു വീട്ടിൽ നിന്ന് ഖുർആനിന്റെ ആയത്ത് ഓതി കേൾക്കുന്നുണ്ട്. വത്തൂർ വകിതാബിൻ മസ്തൂർ എന്ന സൂറത്തു തൂറിൽ അതിലൊരു ആയത്ത് കേട്ടിട്ട് അവിടെ നിൽക്കുകയാണ്. ഇന്ന അദാബ റബ്ബിക ലവാഖി മാ ലഹു മിൻ ദാഫി, നിന്റെ റബ്ബിന്റെ ശിക്ഷ അത് സംഭവിക്കുക തന്നെ ചെയ്യും, തടുക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന ആയത്ത്. സഹോദരങ്ങളെ, അവിടെ നിന്നു നസല മിൻ അൻ ഹിമാരിഹി, തന്റെ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങി വസ്തരദൈലാഹായി, ആ ചുമരിനോട് ചാരി നിന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. കുറച്ചേരം നിന്നിട്ട് പിന്നെ നസല ഇലാ ബൈത്തി, വീട്ടിലേക്ക് മടങ്ങി. ഫമകത ശഹ്റൻ, ഒരു മാസക്കാലം അദ്ദേഹം കിടന്നു. യഊദുഹു നാസ്, ആളുകൾ അദ്ദേഹത്തെ സന്ദർശിക്കാൻ ചെന്നു. ലാ യദ്റൂന മാ മറദുഹു, എന്താണ് രോഗം എന്ന് ആളുകൾക്ക് മനസ്സിലായില്ല. റളിയല്ലാഹു അൻഹു. സഹോദരങ്ങളെ, അതെന്താണ് ആ ആയത്തിനെ കുറിച്ചുള്ള ചിന്ത? വിശുദ്ധ ഖുർആനിലെ അഖ്വഫു ആയാത്ത്, പേടിപ്പിക്കുന്ന ആയത്തുകൾ
ആയത്തുകളുണ്ട്, സമാധാനമേകുന്ന സന്തോഷ വാർത്ത അറിയിക്കുന്ന ആയത്തുകളുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ ഖുർആനിന്റെ ആയത്തുകൾ ഓതുമ്പോൾ സഹോദരങ്ങളെ നമ്മിൽ ആ ഒരു ചിന്തയും മാറ്റവും ഉണ്ടാവാറുണ്ടോ? ആ നിലക്ക് നമ്മൾ അതിനോട് സമീപിച്ചിട്ടുണ്ടോ? പഠിക്കാൻ തയ്യാറായിട്ടുണ്ടോ? എത്ര സഹാബിമാരുടെ ചരിത്രം ഖുർആനിന്റെ ആയത്ത് കേൾക്കും അതിനോടുള്ളൊരു വക്കാർ, ഗാംഭീര്യം, അതിനോടുള്ള റെസ്പെക്ട്. സാബിത്ത് ബിൻ ഖൈസ് അശമ്മാസ് എന്ന സഹാബി വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിലെ യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തി നബി വലാ തജ്ഹറു ലഹു ബിൽ ഖൗൽ കജഹരി ബഅദികും ലിബഅദ് അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ എന്ന ആയത്ത്. അല്ലയോ വിശ്വാസികളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തിനു മീതെ നിങ്ങളുടെ ശബ്ദം ഉയർത്തരുത്, നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് പോലെ. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ കർമ്മങ്ങൾ ബാത്തിലായി പോകും എന്ന ആയത്തിറങ്ങിയപ്പോ പിന്നീട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിലേക്ക് വരുന്നില്ല. ഭയങ്കര സംസാരിക്കുമ്പോ നാച്ചുറലി അദ്ദേഹത്തിന്റെ വോയിസ് എന്താണ്? ഭയങ്കര ഉച്ചത്തിലാവും. എന്റെ കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോയല്ലോ, ഞാൻ നരകക്കാരിലായല്ലോ എന്ന് അയാള് പറഞ്ഞിട്ട് വരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചു, എവിടെ സാബിത്ത് ബിൻ ഖൈസ്? വരുന്നില്ല. അന്വേഷിച്ചപ്പോ ഇതാണ് വിഷയം. ലാ ബൽ വഹുവ മിൻ അഹ്ലിൽ ജന്ന, ഇല്ല, അയാൾ സ്വർഗ്ഗക്കാരനാണ്. ആയത്തുകൾ അവരിൽ മാറ്റമുണ്ടാക്കിയതും പേടിപ്പിച്ചതും. ഉമർ ബിൻ അബ്ദുൽ അസീസ്, രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന അദ്ദേഹം കത്തിയാളുന്ന നരകത്തെ കുറിച്ച് നിങ്ങളോട് താക്കീത് നൽകുന്നു എന്ന ആയത്ത് അത് ഓതിയിട്ട് പിന്നീട് അങ്ങോട്ട് ഓതാൻ കഴിയുന്നില്ല, ബോധരഹിതനായി വീണു എന്ന അത്രത്തോളം മനസ്സിനെ സ്വാധീനിച്ചു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ തന്നെ ഒരുപാട് ചരിത്രം. എത്ര പരുഷനായിരുന്നു, പരുഷ സ്വഭാവിയായിരുന്നു ഉമർ എന്നറിയില്ലേ? ഉമർ ഒരു വഴിയിൽ വരുന്നുണ്ടെങ്കിൽ ശൈത്താൻ വരുന്നുണ്ടെങ്കിൽ ശൈത്താൻ മാറിപ്പോകുമെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഉമറിന്റെ മനസ്സിനെ ലോലമാക്കിയത്. ഒരിക്കൽ സൂറത്ത് യൂസുഫ് അദ്ദേഹം ഓതുന്നുണ്ട്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് അതാ സഹാബി പറയുന്നത്, ഞാൻ അവസാനത്തെ സഫിലാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഓതിയല്ലോ, മക്കളെ നഷ്ടപ്പെട്ടപ്പോ എന്റെ ദുഃഖവും എന്റെ സങ്കടവുമെല്ലാം റബ്ബിൽ, അല്ലാഹുവിലാണ് ഞാൻ അതെല്ലാം ഏൽപ്പിക്കുന്നതെന്ന ആയത്ത് ഓതിയിട്ട് ആയത്ത് അവിടെ മുറിഞ്ഞുപോയി, പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ തേങ്ങൽ ഞാൻ കേൾക്കുകയുണ്ടായി എന്ന്. സഹോദരങ്ങളെ, ഇങ്ങനെ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുള്ളയുടെ ചരിത്രം, അതെ, ചരിത്രത്തിൽ കാണാൻ സാധിക്കും നമുക്ക്. സ്ത്രീകളൊക്കെ പറയുന്നത് കുട്ടികളെ പേടിപ്പിക്കും. ഫുദൈൽ വരുന്നുണ്ട്, വലിയ കള്ളനായിരുന്നു, വഴിയാത്രക്കാരെയെല്ലാം ഉപദ്രവിക്കുന്ന, ആക്രമിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം. വ്യഭിചരിക്കാതെ അദ്ദേഹത്തിന് സാധ്യമല്ല. ഒരു ദിവസം ആരെയും കിട്ടിയില്ല. അയൽവാസിയായ ഒരു വൃദ്ധയായ സ്ത്രീ അവരുടെ അടുക്കിലേക്ക് പോകുമ്പോഴാണ് ഖുർആനിന്റെ ആയത്ത് കേൾക്കുന്നത്. അലം യഅ്നി ലില്ലദീന ആമനു അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാ, അല്ലാഹുവിന്റെ ദിക്റിലേക്ക് മനസ്സ് മടങ്ങാൻ അവർക്ക് സമയമായില്ലേ എന്നുള്ള ആയത്ത് കേട്ടിട്ട് അദ്ദേഹം അതാ മാറുകയാണ്. ചരിത്രത്തിൽ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ അദ്ദേഹം വലിയ പണ്ഡിതനായി മാറി എന്നാണ്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ അവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം ഇതിനെ പഠിക്കാനും ഇതിനെക്കുറിച്ച് ചിന്തിക്കാനും തയ്യാറായിട്ടുണ്ട്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. ചിന്തിക്കുന്ന ബുദ്ധിയുള്ള ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ആലോചിക്കാൻ ഖുർആനിന്റെ ആയത്തുകൾ എത്ര മഹത്വമുള്ള ഒരു ഗ്രന്ഥം. സഹോദരങ്ങളെ, നമ്മൾ എത്ര അനുഗ്രഹീതരാണ്. ഇതിന്റെ പാരായണം പ്രതിഫലമാണ്. ഓതിയാൽ കൂലി കിട്ടുന്ന ഒരേ ഒരു കിതാബ് ഈ ഭൂമി ലോകത്തുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ കലാമ് മാത്രമാണ്. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് ഓതുന്ന ആളുകൾ, വഅഖാമുസ്സലാ, നിസ്കരിക്കുന്ന ആളുകൾ, വഅൻഫഖൂ സിർറൻ വഅലാനിയ, വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ, രഹസ്യമായി പരസ്യമായി കൊടുക്കുന്ന ആളുകൾ, യർജൂന തിജാറതൻ ലൻ തബൂർ, ഒരിക്കലും നഷ്ടം വരാത്ത കച്ചവടമാണ് അവര് ആഗ്രഹിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹി ഫലഹു ഹസന, ഒരു ലെറ്റർ ഓതിയാൽ ഒരു നന്മയാണ്. വൽ അശറതു ബിഅശറ അംസാലിഹാ, ഒരു ഹസനത്ത് എന്ന് പറഞ്ഞാൽ 10 ഇരട്ടിയാണ്. ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫ്, അലിഫ് ലാം മീം എന്നത് ഒരു അക്ഷരമാണെന്ന് ഞാൻ പറയില്ല, മറിച്ച് അലിഫുൻ ഹർഫുൻ ലാമുൻ ഹർഫുൻ മീമുൻ ഹർഫുൻ, അലിഫ് ലാം മീം എന്ന് ഓതിയാൽ 30 കൂലി കിട്ടി. സഹോദരങ്ങളെ,
നമ്മൾ എത്ര റമദാനിന്റെ 9ാമത്തെ ദിവസത്തിൽ നിന്ന് എത്തി നിന്നിട്ട് ആദ്യത്തെ 10 അവസാനിക്കാൻ പോകുന്നു. നമ്മൾ എത്ര ഓതി ഖുർആനെ അതിലേക്ക് നോക്കുന്നത് പോലും. പണ്ഡിതന്മാര് പറയുന്നത് ഖുർആൻ കേൾക്കുന്നത്, ഖുർആനിലേക്ക് നോക്കിയിരിക്കുന്നത്, ഖുർആൻ ഓതുന്നത്, ഇതൊക്കെ വളരെ പുണ്യമുള്ള കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബിഹി. നിങ്ങൾ ഖുർആൻ ഓതിക്കോളൂ, നാളെ ആരാരും നിങ്ങളുടെ കൂടെയില്ലാതെ നിങ്ങൾക്ക് റെക്കമെൻഡായി വരുന്നത് ഈ ഖുർആനിന്റെ ആയത്തുകളാണ്, സൂറത്തുകളാണ് എന്ന്. അത് നന്നായി ഓതാൻ പഠിക്കുക, അത് പുണ്യമുള്ള കാര്യമാണ്. അൽ മാഹിറു ബിൽ ഖുർആൻ മഅ സഫറത്തിൽ കിറാമിൽ ബററ. നല്ല ഫ്ലുവന്റ് ആയിട്ട് നന്നായി നിപുണതയോടുകൂടി ഖുർആൻ ഓതുന്ന ആളുകൾ അവര് പുണ്യവാളന്മാരായ മലക്കുകളോടൊപ്പമാണ് അവരുടെ സ്ഥാനം. എന്നാൽ വല്ലദി യഖറഉൽ ഖുർആൻ യതതഅഉ ഫീഹി വഹുവ അലൈഹി ഷാഖുൻ ലഹു അജ്റാൻ. തപ്പിത്തടഞ്ഞ് പ്രയാസപ്പെട്ടാണ് ഓതുന്നെങ്കിൽ അവർക്ക് 2 പ്രതിഫലമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എനിക്ക് ഓതാൻ അറിയില്ല, ഞാൻ പഠിച്ചിട്ടില്ല, ഞാനിപ്പോ എന്ത് ചെയ്യാനാ? വേണ്ട സഹോദരങ്ങളെ, കഴിയുന്ന പോലെ തപ്പിത്തടഞ്ഞ് ഓതിയാലും അതിന് 2 കൂലിയുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എത്രത്തോളം നമ്മൾ നോക്കുന്നുണ്ട്? നമ്മുടെ അവസ്ഥ എന്താ? നമ്മുടെ സമയം നഷ്ടപ്പെടുത്തുന്ന ഈ സോഷ്യൽ മീഡിയയും മൊബൈലും അതിൽ എത്ര സമയം നമ്മൾ ചെലവഴിക്കുന്നുണ്ട്? ഖുർആൻ ഓതാൻ എത്ര സമയം? ഖുർആൻ എടുത്താൽ പിന്നെ അപ്പോഴേക്ക് ഉറക്കം വരിക, അപ്പോഴേക്ക് നമുക്ക് വേറെ മെസ്സേജുകൾ വരികയാണ്. നമ്മളെ ശൈത്താൻ അതാണ്, ഈ ഒരു നന്മ ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ തടഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, ശൈത്താനിനോടുള്ള വലിയ ജിഹാദാകണം ഈ ഖുർആൻ കൊണ്ട്. എനിക്കിത് പഠിക്കണം, എനിക്കിത് അറിയണം, ഓതണം, ഇതിന്റെ അർത്ഥം അറിയണം, ഇതിന്റെ ആശയങ്ങൾ പഠിക്കണമെന്ന ഒരു ദൃഢനിശ്ചയം ഈ റമദാനിലെങ്കിലും നമ്മൾ തീരുമാനമെടുത്തിട്ടില്ലെങ്കിൽ പഠിക്കുക എന്നുള്ളത് സഹോദരങ്ങളെ ഏറ്റവും വലിയ ഖൈറായ കാര്യമാണ്. ഖൈറുക്കും അഫ്ളലുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഖുർആൻ പഠിക്കുന്ന, അത് പഠിപ്പിക്കുന്ന ആളുകൾക്കാണ് അല്ലാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ളത്. നമുക്ക് പല സ്ഥാനവും ദുനിയാവിലുണ്ട്, അൽഹംദുലില്ലാഹ്. എന്നാൽ റബ്ബിന്റെ അടുക്കൽ ഏറ്റവും സ്ഥാനം ലഭിക്കുന്നത് ഈ ഖുർആനിൽ നിന്ന് എന്തറിയാം. ബാക്കിയുള്ള എല്ലാ നോളജും നമുക്കുണ്ട്, എല്ലാ അറിവും നമുക്കുണ്ട്, പക്ഷേ ഇതിനെക്കുറിച്ച് എന്തറിയാം എന്നുള്ള ചിന്ത, അതാണ് അവിടെ ദുനിയാവിലും ആഖിറത്തിലും അതിൽ സ്ഥാനമാണ്. ഒരിക്കലേ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂ റാഫിഇനെ മക്കയിലെ ഗവർണറാക്കിയിരുന്നു. അസ്ഫാനിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടപ്പോൾ മനിസ്തഅമൽത അലാ അഹ്ലിൽ വാദി, മക്കക്കാർക്ക് നീ ആരെ ഏൽപ്പിച്ചിട്ടാ പോകുന്നത്? അപ്പൊ അയാൾ പറഞ്ഞു, ഇബ്നു അബ്സ. മൻ ഇബ്നു അബ്സ? ആരാ ഇബ്നു അബ്സ? മൗലാ മിൻ മവാലിന, ഞങ്ങളിൽ മോചിപ്പിക്കപ്പെട്ട ഒരു അടിമയാണ്. ഒരു അടിമയെയാണോ മക്കക്കാർക്ക് ഗവർണറാക്കി പോകുന്നത്? അപ്പൊ അബൂ റാഫി പറയുന്നുണ്ട്, എന്ത്? വഹുവ ഖാരിഉൻ ലികിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് നന്നായി ഓതുന്ന ആളാണ്. വആലിമുൻ ബിൽ ഫറായിദ്, അനന്തരാവകാശ സ്വത്തിനെ കുറിച്ച്, ഫറായിദിനെ കുറിച്ച് ഇൽമുള്ള ആളാണ്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എത്ര സത്യമാണ്. ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ വയളഉ ബിഹി ആഖരീൻ. അല്ലാഹ് ചില ആളുകൾക്ക് ഈ ഖുർആൻ കൊണ്ട് സ്ഥാനം നൽകും, ചില ആളുകൾക്ക് ഇതുകൊണ്ട് അധപ്പതനവും നൽകും. ഖുർആൻ പഠിച്ച ആളുകൾക്ക് അതാണ്, അവരെ നിങ്ങൾ ആദരിക്കണം. ഇന്ന മിൻ ഇജ്ലാലില്ലാഹി ഇക്റാമി ദിശ്ശൈബത്തിൽ മുസ്ലിം വഹാമിലിൽ ഖുർആൻ. വയസ്സായ ആളുകളെ റെസ്പെക്ട് ചെയ്യണം, ഖുർആൻ പഠിച്ചവരെ ആദരിക്കണം. യഉമ്മുക്കും അഖറഉം ലികിതാബില്ലാഹ്. ആരാ ഇമാം നിൽക്കേണ്ടത്? ഏറ്റവും നന്നായി ഖുർആൻ അറിയുന്ന ആളുകളാണ് ഇമാം നിൽക്കേണ്ടത്. അല്ലാഹുവിന്റെ ആളുകളാ സഹോദരങ്ങളെ. ഞാൻ ഖുർആനിന്റെ ആളാണെന്ന് പറയുന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്. അല്ലാഹ്ക്ക് ചില ആൾക്കാരുണ്ട്, അള്ളാഹ്ക്ക് പ്രത്യേകക്കാരായ ആൾക്കാർ. ആരാണ് അവര്? ഹും അഹ്ലുൽ ഖുർആനി അഹ്ലുല്ലാഹി വഖാസത്തു. അള്ളാന്റെ ആൾക്കാരാരാ? ഖുർആന്റെ ആളുകളാ. അപ്പൊ സഹോദരങ്ങളെ, നമ്മൾ അതിന്റെ ആളുകളാണെന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കണം. അത് ഓതാൻ, അത് പഠിക്കാൻ എത്ര സ്ഥാനാന്നറിയ സഹോദരൻ. നമ്മുടെ മക്കൾക്ക് നമുക്ക് പകർന്നു നൽകാനുള്ള ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ് ഈ ഖുർആനാണ്. നമുക്കും നമ്മുടെ മക്കൾക്കും ഒക്കെ നാളെ ആഖിറത്തിൽ സ്വർഗീയ ലോകത്ത് വിഹരിക്കാനുള്ള സൗഭാഗ്യം കിട്ടുന്നത് ഖുർആനുമായി എത്രത്തോളം ബന്ധമുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, യുഖാലു ലിസാഹിബിൽ ഖുർആൻ. ഖുർആനിന്റെ ആളോട് പറയപ്പെടും സ്വർഗ്ഗത്തിൽ വെച്ച്, ഇഖ്റ വർത്തഖി കമാ കുൻത തുറത്തിലു ഫി ദുനിയ. നീ ദുനിയാവിൽ ഓതിയിരുന്നില്ലേ, അതേപോലെ ഓതിക്കോ, നീ കയറിപ്പോയിക്കോ സ്വർഗ്ഗത്തിന്റെ ഉന്നതങ്ങളിലേക്ക്. ഫഇന്ന മൻസിലക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹാ. നീ എവിടെയാണോ ഓത്ത് അവസാനിപ്പിക്കുന്നത് അവിടെയാണ് നിന്റെ സ്ഥാനം. എത്ര ഖുർആനിൽ നിന്ന് ഹിഫ്ളുണ്ട് സഹോദരങ്ങളെ. നമുക്ക് ഖുർആൻ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, നിത്യജീവിതത്തിൽ നമ്മൾ ഓതേണ്ട, പതിവാക്കേണ്ട സൂറത്തുകൾ.
സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച ദിവസം മൻ ഖറഅ സൂറത്തുൽ കഹ്ഫ് യൗമൽ ജുമുഅ ഔ ലൈലത്തുൽ ജുമുഅ കാന ലഹു മിനൻ നൂരി മാ ബൈനൽ ജുമുഅതൈൻ. അടുത്ത ജുമുഅ വരെ നമുക്ക് പ്രകാശമാണ്. സൂറത്തുൻ മിനൽ ഖുർആനി 30 ആയ തശ്ഫഉ ലിസാഹിബിഹാ ഹത്താ യുഗ്ഫർ. ഖുർആനിൽ സൂറത്തുണ്ട്, 30 ആയത്താണത്. ആ സൂറത്ത് അയാൾക്ക് വേണ്ടി റെക്കമെൻഡ് പറയും. ഏതാ? തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഓതാൻ പഠിപ്പിച്ചു സൂറത്തുൽ മുൽക്ക്. സൂറത്തു സജദ ഓതാൻ വേണ്ടി കൽപ്പിച്ചു. അതുപോലെ തന്നെ അൽ മുഅവ്വിദാത്ത്, ഇഖ്ലാസ്, ഫലഖ്, നാസ്, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ബറാഅത്തുൻ മിനശ് ശിർക്ക്, ശിർക്കിൽ നിന്ന് ദൂരെയാക്കുന്നതാണ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. ഉറങ്ങുന്നതിന് മുമ്പ് ഓതിയിരുന്നു. ഹദീസുകളിൽ കാണാം അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ലാ യനാമു ഹത്താ യഖറഅ സൂറത്തുൽ ഇസ്റാ വസുമർ. സൂറത്തുൽ ഇസ്റാഉം സുമറും ഓതുന്നവരെ നബി ഉറങ്ങാറുണ്ടായിരുന്നില്ല. നമ്മുടെ അവസ്ഥകൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ വിചാരിക്കാതെ, നമ്മുടെ മനസ്സിൽ നമ്മൾ തീരുമാനിക്കാതെ, ഉറച്ച നീയത്തിന്റെ ദൃഢനിശ്ചയത്തിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഖുർആനുമായുള്ള ഒരു ബന്ധം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. നമ്മൾ എങ്ങനെ ഉറങ്ങാറുള്ളത്? നമ്മുടെ കയ്യിൽ ഇതില്ലാതെ ഉറങ്ങലുണ്ടോ? അധികം ആളുകൾ അങ്ങനെയല്ലേ, ഇതിൽ നിങ്ങൾ നോക്കി എല്ലാം വരുന്നത് നോക്കിയിട്ട് എല്ലാം നോക്കി അങ്ങനെ ഉറങ്ങും. അല്ല സഹോദരങ്ങളെ, അൻതജഅലൽ ഖുർആന റബീഅ ഖൽബി വനൂറ സദ്രി വജലാ ഹുസ്നി വദഹാബ ഹമ്മി. റബ്ബേ, ഈ ഖുർആനിനെ എന്റെ ഹൃദയത്തിന്റെ വസന്തമാക്കണേ, എന്റെ ദുഃഖങ്ങൾ ഇല്ലാതാക്കുന്നതാക്കണേ, എന്റെ ഹൃദയത്തിന്റെ പ്രകാശമാക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ആ ഖുർആനിനോടുള്ള ഇഷ്ടം, അത് പഠിക്കാനും അറിയാനുമുള്ള താല്പര്യം സഹോദരങ്ങളെ, പ്രത്യേകിച്ച് ഈ വിശുദ്ധ ഖുർആനിൽ കാന ജിബ്രീലു യൽഖാഹു കുല്ല ലൈലത്തിൻ മിൻ റമദാൻ. റമദാനിന്റെ എല്ലാ രാത്രിയിലും ജിബ്രീൽ വരാറുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ. ഫയുദാരിസുൽ ഖുർആൻ, ഖുർആൻ പാഠം നോക്കാറുണ്ട് എന്ന്. അസ്സിയാമു വൽ ഖുർആനു യശ്ഫആനി ലിൽ അബ്ദി യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അതാ നമുക്ക് റെക്കമെൻഡായി വരുന്നത് നമ്മുടെ അനുഷ്ഠിച്ച നോമ്പും ഈ ഖുർആനുമാണ്. നോമ്പ് പറയും, ഐ റബ്ബി മനഅതുഹു തആമ വശഹവാത്ത്, ഇവന്റെ വികാരങ്ങളെയും ഭക്ഷണവും ഞാനാണ് തടഞ്ഞു നിർത്തിയത്. ഫശഫ്ഇനി ഫീഹി, ഇവന്റെ കാര്യത്തിൽ എന്റെ റെക്കമെൻഡ് സ്വീകരിക്കണം. ഒരാളും കൂടെ ഉണ്ടാവുകയില്ല. യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ. സഹോദരങ്ങളെ, മക്കളില്ല, സമ്പത്തില്ല, കൂട്ടുകാരില്ല. നമുക്ക് തണലായി വരുന്നത് നമ്മൾ പഠിച്ച ഖുർആനാണ്. അതുകൊണ്ട് ഖുർആൻ ഓതാനും പഠിക്കാനും നമ്മൾ സമയം കണ്ടെത്തുക തന്നെ ചെയ്യണം. ഇല്ലാതെ നമ്മൾ തീരുമാനിക്കാതെ കഴിയില്ല സഹോദരങ്ങളെ. നമ്മൾ ഖുർആൻ പഠിക്കുന്ന ആളാണോ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങൾ എങ്ങനെയായിരുന്നു? കാന റജുലു മിന്നാ ഇദാ തഅല്ലമ 10 ആയാത്തിൻ, ഞങ്ങളിൽ നിന്ന് ഒരാൾ 10 ആയത്ത് പഠിച്ചാൽ ലം യുജാവിസുഹുന്ന ഹത്താ യഅരിഫ മആനിയഹുന്ന വൽ അമല ബിഹിന്ന, അതിന്റെ അർത്ഥം പഠിക്കും, ഇതിന്റെ ഉദ്ദേശം എന്താണ്, അതുകൊണ്ട് അമൽ ചെയ്തിട്ടാണ് അടുത്ത ആയത്തുകൾ പഠിക്കാറുണ്ടായിരുന്നത്. അത്രത്തോളം ഖുർആനുമായുള്ള ബന്ധം ഒരായത്ത് കേട്ടാൽ അവരുടെ ജീവിതത്തിൽ അത് മാറ്റമുണ്ടാക്കി. ആ നിലക്ക് സഹോദരങ്ങളെ, ഖുർആനുമായുള്ള ഒരു ബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പഠിക്കാനും അതറിയാനും ആത്മാർത്ഥമായി അതിന്റെ വക്താക്കളായി അൽ ഖുർആൻ ഹുജ്ജത്തുൽ ലക വ അലൈക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒന്നെങ്കിൽ നിനക്ക് സപ്പോർട്ടായിട്ട് വരും, അല്ലെങ്കിൽ നിനക്കെതിരായിട്ട് വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുകൂലമായി വിശുദ്ധ ഖുർആൻ വരുന്ന ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് അലാ ഫസ്തഗ്ഫിറൂ ഇന്നഹു വൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد أيها الناس اتقوا الله عباد الله. സഹോദരങ്ങളെ, ഈ വിശുദ്ധ ഖുർആനിൽ നിന്ന് നമ്മൾ തിരിഞ്ഞു കളഞ്ഞാൽ ഖുർആനുമായി ബന്ധമില്ല, അത് ഓതാനോ പഠിക്കാനോ അതറിയാനോ നമുക്ക് താല്പര്യമില്ല എങ്കിൽ, നമ്മുടെ മനസ്സതിനെ തോന്നിപ്പിക്കുന്നില്ല എങ്കിൽ നമ്മളെക്കാളും നഷ്ടക്കാരായ ആളുകൾ മറ്റാരുമില്ല. നമ്മുടെ വീടുകളിൽ അതിന്റെ പ്രകാശം നിറഞ്ഞു നിൽക്കണം. നബി പറഞ്ഞല്ലോ, ലാ തജ്അലു ബുയൂതകും മഖാബിറ, നിങ്ങളുടെ വീടുകൾ നിങ്ങൾ മഖ്ബറകൾ പോലെയാക്കരുത്. ഇന്ന ശൈത്വാന യൻഫിറു മിനൽ ബൈത്തില്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ ഓതുന്ന വീടുകളിൽ നിന്ന് ശൈത്താൻ ദൂരെ ഓടി അകലുന്നതാണ്. ഒരിക്കൽ ഹദീസിൽ കാണാം, ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്റെ വീട്ടിൽ ഖുർആൻ സൂറത്തുൽ ബഖറ ഓതുകയാണ്. ആ സമയത്ത് തന്റെ യഹിയ എന്ന് പറഞ്ഞ കുട്ടി ഉണ്ട് അടുക്കൽ. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുതിരയെ കെട്ടിയിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഖുർആൻ ഓതുമ്പോ ഈ കുതിര ഇങ്ങനെ വിരളി പിടിച്ചിങ്ങനെ ഓടുന്നു. ഓത്ത് നിർത്തിയാൽ അതവിടെ അനങ്ങാതെ നിൽക്കുന്നു. പിന്നും ഓതുമ്പോ ഇതിങ്ങനെ വിരണ്ടോടുന്ന പോലെ. അപ്പൊ പുറത്തിറങ്ങി നോക്കുമ്പോതാ
ഒരു പ്രകാശം അതിങ്ങനെ മുകളിലേക്ക് കയറിപ്പോകുന്നത് കണ്ടു. സുബയ്യായപ്പൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിവരം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തിൽക്കൽ മലായിക, അത് മലക്കുകളാണ്. ദനത് ലിസൗതിക, നിന്റെ ഖുർആൻ പാരായണം കേൾക്കാൻ വേണ്ടി അടുത്തു വന്നതാണ്. വലൗ ഖറഅത ലഅസ്ബഹത്, നീ ഓതിയിരുന്നെങ്കിൽ യൻദുറുന്നാസു ഇലൈഹി, ആളുകൾക്ക് കാണുമാർ, ഹത്താ തതവാറാ മിൻഹും, അവർക്ക് യാതൊരു അവ്യക്തതയുമില്ലാതെ ശരിക്ക് കാണുമാർ അത് ഭൂമിയിലേക്ക് ഇറങ്ങുമായിരുന്നു. തനസ്സലുൽ മലായികത്തു വറൂഹ് ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ എന്ന് പറഞ്ഞില്ലേ സഹോദരങ്ങളെ. ഈ മാസം ഇത് ഖുർആനിന്റെ മാസമാണ്. മഹാനായ ഇബ്നു ശിഹാബിൻ സുഹരി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത്, ഇദാ ദഖല റമളാൻ ശഹ്റുൽ ഖുർആനി വൈതഅമുത് തആം, ഖുർആനിന്റെ മാസം, ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന മാസം. സലഫുകൾ അങ്ങനെയാണ്, മുൻഗാമികൾ അതിനെ കണ്ടത്. നമ്മൾ എത്രത്തോളം ഇതുമായി ബന്ധമുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ തിരിഞ്ഞു കളഞ്ഞാൽ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ വാൺ ചെയ്യുന്നത്, ഈ വിശുദ്ധ ഖുർആനിൽ ചില ജീവികളുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഏതുമായി ബന്ധപ്പെട്ടതാ? ഒന്ന് കഴുത എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അതെന്താ? തൗറാത്ത്, മസലുൽ ലദീന ഹുമ്മിലു തൗറാത്ത് സുമ്മ ലം യഹ്മിലൂഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. തൗറാത്തിന്റെ ആളുകൾ ഉണ്ടായിരുന്നു, കഴുത ഗ്രന്ഥം ചുമക്കുന്നത് പോലെ അതുമായി നടക്കും. അതിന്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് അറിയില്ല. അതേപോലെയായിരുന്നു തൗറാത്ത് നൽകപ്പെട്ട ആളുകൾ. നമ്മൾ അങ്ങനെയല്ല, ഇതിനെക്കുറിച്ച് അറിയണം. ഫമാലഹും അനി തദ്കിറതി മുഅരിദീൻ കഅന്നഹും ഹുമുറുൻ മുസ്തൻഫിറ ഫറത് മിൻ ഖസ്വറ. മറ്റൊരു സൂറത്തിൽ അതെ, സിംഹത്തെ കണ്ട് വിരണ്ടോടുന്ന വിരളി പിടിച്ച കഴുതകളെ പോലെ എന്തേ അവർ ഈ ഖുർആനിൽ നിന്ന് തിരിഞ്ഞു കളയുന്നത്? മറ്റൊരുത്ത് കെൽബെന്നാണ്. ഖുർആൻ കിട്ടിയിട്ട് അത് പഠിച്ചിട്ട് അത് പഠിക്കാനുള്ള സൗഭാഗ്യം കിട്ടിയിട്ട് അതിന്റെ ആളുകളായിട്ട് പിന്നെ അതിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞ് വിട്ടോടിയാൽ സഹോദരങ്ങൾ, കമസലിൽ കെൽബ്, അത് ഒരു ഡോഗിനെ പോലെയാണെന്ന് പറയും. അക്രമക്കുമുള്ള നോക്കൂ സഹോദരങ്ങളെ, അങ്ങനെ ഇൻ തഹ്മിൽ യൽഹദ്, നീ അതിനെ ഉപദ്രവിച്ചാൽ അത് നാവ് തൂക്കിയിടും. വൈൻ തസ്റുഖു യൽഹദ്, നീ അതിനെ വിട്ടാൽ നാവ് തൂക്കിയിടും. ഇങ്ങനെയുള്ള അവസ്ഥ ഖുർആനിൽ നിന്ന്, അള്ളാഹു നൽകിയ കിതാബിൽ നിന്ന് വിരണ്ടോടുന്ന, അതിൽ നിന്ന് ദൂരെ മാറി നിൽക്കുന്ന ശൈത്താന്റെ പ്രേരണയല്ലാതെ മറ്റൊന്നുമല്ല. ആലോചിച്ച് നോക്കൂ, വമിനന്നാസി മയ്യസ്തരി ലഹുൽ ഹദീസ് ലിയുദില്ല അൻ സബീലില്ലാഹ്. സൂറത്തുൽ ലുഖ്മാനിൽ ജനങ്ങളിൽ ചില ആൾക്കാർ വിനോദ വർത്തമാനങ്ങൾ വില കൊടുത്തു വാങ്ങുന്നു. നമ്മളെ ഫോണിൽ ഇല്ലാത്ത എന്താ ഉള്ളത്? എല്ലാ യൂട്യൂബും ഫേസ്ബുക്കും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം, ഇതിലൊക്കെയാണല്ലോ സമയം കളയുന്നത്. അതിനൊക്കെ റീചാർജ് ചെയ്ത് സമയം കളയാന് നമുക്ക് യാതൊരു പ്രയാസമല്ല. വൈദാ സുസ്ല അലൈഹി ആയാതുനാ വല്ലാ മുസ്തക്ബിറ കഅല്ലം യസ്മഅഹാ. അല്ലാഹുവിന്റെ ആയത്ത് കേട്ടാൽ അത് കേൾക്കാത്തവനെ പോലെ, കാതിൽ അടപ്പുള്ളതുപോലെ അവർ തിരിഞ്ഞു കളയുന്നു. ഇങ്ങനൊരു അവസ്ഥ വരുന്നുണ്ടോ സഹോദരങ്ങളെ? നമ്മൾ പേടിക്കണം. എത്ര നല്ല ആളുകളായിരുന്നാലും, അതാണ് ആലിമീങ്ങൾ ഉലമാക്കൾ പറയുന്നത്. എന്ത്? ഖുർആൻ ഹാഫിളായ, പഠിച്ച, അതിനെക്കുറിച്ച് നല്ല ഇൽമുള്ള ആളുകൾ ഖുർആൻ നോക്കി ഓതുക, അവര് നോക്കി ഓതുക, ഖത്തം തീർക്കാണ്. അവർക്ക് ബൈഹാട്ടുണ്ട്, എന്നാലും ഖുർആനിൽ നോക്കിയിട്ട് അങ്ങനെ ഓരോത്. കാരണം എന്താ? ശൈത്താൻ അതിങ്ങനെ മറപ്പിച്ചു കളയും. ഇബ്ലിൽ മുഅല്ലഖ, കെട്ടിയിട്ട ഒട്ടകത്തെ പോലെ അത് അയച്ചുവിട്ടാൽ പോവും. ഈ ഖുർആനുമായി ബന്ധം നമുക്കില്ലെങ്കിൽ, ഓതുന്നില്ലെങ്കിൽ, പഠിക്കുന്നില്ലെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം അത് നാശത്തിലേക്കായിരിക്കും. വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. ആര് ഈ ഖുർആനിൽ നിന്ന് തിരിഞ്ഞു കളയുന്നോ, അല്ലാഹുവിന്റെ ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നോ, അവന് നിശ്ചയമായും ഒരു കുടുസായ ജീവിതം, ഒരു സമാധാനം ഉണ്ടാവുകയില്ല. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ, ഖിയാമത്ത് നാളിൽ അന്ധനായി ഒരുമിച്ച് കൂട്ടുന്ന അവസ്ഥയാവും ഉണ്ടാവുക. അവൻ ചോദിക്കും, ഖാല റബ്ബി ലിമാ ഹശർതനി അഅമാ, എന്നെ എന്തിനാണ് കണ്ണ് കാണാത്തവനായി ഒരുമിച്ച് കൂട്ടിയത്? ബ്ലൈൻഡ് ആയിട്ട് എനിക്ക് കാണാമായിരുന്നല്ലോ. അല്ലാഹ് പറയും, ഖാല കദാലിക അതതക ആയാതുനാ ഫനസീത. അതൊക്കെ ശരിയാണ്, പക്ഷെ ഈ ആയത്തുകൾ കേട്ടപ്പോൾ നീ അതിൽ നിന്ന്, നിന്റെ അടുക്കൽ എന്റെ ആയത്തുകൾ വന്നപ്പോൾ തിരിഞ്ഞു കളഞ്ഞു. വകദാലികൽ യൗമ തുൻസ, ഇന്ന് നിന്നെയും മറക്കപ്പെടുന്നു എന്ന്. സഹോദരങ്ങളെ, ഈ മഹത്വമേറിയ ഖുർആൻ, ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ്. അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ആ പർവ്വതങ്ങൾ വരെ അത് തകർന്നു പോകുമാറുള്ള വലിയ ഗാംഭീര്യമുള്ള മഹത്തായ ഗ്രന്ഥമാണ് നമ്മുടെ കൈകളിൽ ഉള്ളത് എന്ന് നമ്മളത് തിരിച്ചറിയുക. അത് പഠിക്കാനുള്ള നീയത്ത്, ഉദ്ദേശം ഇന്ന് തന്നെ ഈ ഖുതുബ കഴിഞ്ഞ് മടങ്ങിയാൽ നമുക്ക് സമയം, എപ്പോ യാത്രയിലാണോ സൗകര്യമുണ്ടല്ലോ, ഇന്ന് നമ്മുടെ ഫോണുകളിൽ, ആൻഡ്രോയിഡ് ഫോണുകളിൽ, എല്ലാ ഫോണിലും ഉണ്ടെന്ന് ഖുർആന്റെ കേൾക്കാൻ, ഖുർആൻ കേട്ടു പോകാൻ, ഖുർആന്റെ അർത്ഥം കേൾക്കാൻ, അതിന്റെ പഠിക്കാൻ, അതിന്റെ വിശദീകരണം പഠിക്കാൻ എല്ലാ സൗകര്യവും ഉണ്ട്. നമ്മൾ ഖുർആനിന്റെ ആളുകളാവണം. നമ്മുടെ വീടുകളിൽ ഖുർആനിന്റെ ശബ്ദം ഉയരണം.
അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഖുർആൻ നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന അല്ലാഹുവിന്റെ കോടതിയിൽ അവിടെ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുന്ന സമയത്ത് ഖുർആനിനെ സ്നേഹിച്ച, ഖുർആനിനെ ഇഷ്ടപ്പെട്ട, അത് ഓതിയ ആളുകളുടെ കൂട്ടത്തിൽ, അത് പഠിച്ച ആളുകളുടെ കൂട്ടത്തിൽ, അതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തിയവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്ന പാപങ്ങൾ അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ. നമ്മുടെ മക്കളിലും കുടുംബത്തിലും നമ്മുടെ മഈശത്തിലുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാനിന്റെ പുണ്യമായ ദിനരാത്രങ്ങൾ റബ്ബിലേക്ക് അടുക്കുന്ന ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ അല്ലാഹു നമ്മുടെ മനസ്സുകളെ പാകപ്പെടുത്തുമാറാവട്ടെ. രോഗികളായ ആളുകളുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ പരലോകത്ത് ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും ഒരു വിഭാഗത്തെ നരകത്തിലേക്കും അയക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിത പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരായ ആളുകൾ, മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കിക്കൊടുക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാലിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. اللهم ان تجعل القرآن ربيع قلوبنا ونور صدورنا وجلاء احزاننا وذهاب همومنا وغمومنا يا رب العالمين. اللهم لا تدع لنا ذنبا الا غفرته ولا دينا الا قضيته ولا ميتا الا رحمته ولا مريضا إلا شفيته ولا بلاء إلا رفعته يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. قوموا إلى صلاتكم.